ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് അറഫ സംഗമം. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. തീർത്ഥാടക ലക്ഷങ്ങൾ തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മക്കയിലായിരുന്നു താമസം. ഇവർ ഏതാണ്ട് 7-8 കിലോമീറ്റർ അകലെയുള്ള മീനായിലേക്ക് ഹജ്ജ് സർവീസ് ഏജൻസി ഒരുക്കിയ ബസ്സുകളിലാണ് ഇന്നലെ രാത്രി മുതൽ നീങ്ങി തുടങ്ങിയത്. ഇന്നലെ മുതൽ തീർത്ഥാടകർ മീനായിലെ തമ്പുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഏതാനും തീർത്ഥാടകർ ഉണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ തീർത്ഥാടകരും മീനായിലെ തമ്പുകളിൽ എത്തിച്ചേരും. ഇവിടെ ISF RSC പ്രവർത്തകർ തീർത്ഥാടകർക്കായി ഇവിടെ മുസല്ലയും മറ്റും സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം നന്നായി പല സംഘടനകൾക്ക് കീഴിലായിട്ട് തീർത്ഥാടകർക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മീനയിൽ താമസിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ ഹജ്ജിൻ്റെ ആദ്യത്തെ കർമ്മം. നാളെയാണ് അറഫ സംഗമം. ഈ അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പ് ആയാണ് ഇന്നത്തെ യൗമു തർവിയ എന്നറിയപ്പെടുന്ന ഈ വിശ്രമത്തിൻ്റെ ദിവസം അറിയപ്പെടുന്നത്. ഇന്ന് മീനായിലെ തമ്പുകളിൽ തീർത്ഥാടകർ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിയും. ഇന്ന് രാത്രിയോടെ തന്നെ നാളെ നടക്കുന്ന അറഫ സംഗമത്തിനായി ഇന്ന് രാത്രിയോടെ തന്നെ തീർത്ഥാടകർ നീങ്ങിത്തുടങ്ങും. മഷായർ ട്രെയിനിലും അതോടൊപ്പം തന്നെ ബസ്സുകളിലുമായാണ് തീർത്ഥാടകർ പോകുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് അറഫ സംഗമം നടക്കുന്നത്. നാളെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ തീർത്ഥാടകർ അറഫയിൽ കഴിയും. അതിനുശേഷം മുസ്ദലിഫയിലേക്ക് നീങ്ങും. അറഫയിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും തീർത്ഥാടകരുടെ താമസം. നാളെ മുസ്ദലിഫയിൽ താമസിച്ച് മറ്റന്നാൾ മുതൽ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കും തീർത്ഥാടകർ. നാളെ മുസ്ദലിഫയിൽ താമസിച്ച് മറ്റന്നാൾ രാവിലെ ജംറകളിലെ കല്ലേർ കർമ്മത്തിനായി തീർത്ഥാടകർ മീനായിൽ തിരിച്ചെത്തും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങളിൽ മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കുക എന്നതാണ് തീർത്ഥാടകർക്ക് നിർവഹിക്കാനുള്ള കർമ്മം. അത് തിങ്കളാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി തീർത്ഥാടകർ മീനായിൽ നിന്ന് മടങ്ങും. അതിനുശേഷം വിടവാങ്ങൽ തവാഫ്, മക്കയിൽ നിന്ന് മടങ്ങുമ്പോഴുള്ള വിടവാങ്ങൽ തവാഫ് മാത്രമാണ് തീർത്ഥാടകർക്ക് നിർവഹിക്കാൻ അവശേഷിക്കുന്ന കർമ്മം. തിങ്കളാഴ്ചയ്ക്ക് ശേഷം തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്യും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.